നൂറുകണക്കിന് പുസ്തകങ്ങളിലെ അറിവാണ് എൻ്റെ 2 പുസ്തകത്തിലുള്ളത്. അത് തന്നെയാണ് ഇതൊരു റെഫറൻസ് ഗ്രന്ഥമാണ്. അതന്നെ ഞാൻ ഈ റെഫറൻസ് ഗ്രന്ഥം എന്ന രീതിയിൽ തന്നെ എനിക്ക് താങ്കളുടെ ടോൾസ്റ്റോയ് ഫാമുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ വായനയുടെ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള എനിക്കും ചില സംശയങ്ങളുണ്ട്. ഇപ്പം ടോൾസ്റ്റോയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ നിരന്തരമായ കത്തടപാടുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നതും പറയാത്തതായിട്ടുള്ള കാര്യം ഇപ്പം ആ കാലഘട്ടത്തിൽ പിന്നെ റഷ്യൻ ലിറ്ററേച്ചർ എഴുത്തുകാരിൽ പുഷ്കിനും പിന്നെ അതുപോലെ തന്നെ മാസ്കെവ്സ്കിയും അതുപോലെ തന്നെ പിന്നെ ചെക്കോവും ഒക്കെ ഉള്ള ഒരുപാട് എഴുത്തുകാരുടെ ഇടയിൽ വളരെയധികം അദ്ദേഹത്തിനെ സ്വാധീനിക്കുന്ന ടോൾസ്റ്റോയാണ്. അദ്ദേഹത്തിൻ്റെ അതും ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ കത്തിടപാടുകളും അതും അദ്ദേഹമായിട്ട് ബന്ധപ്പെടുന്നുള്ള അവരുടെ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഇദ്ദേഹത്തിന്റെ ഒരു ഗുരുനാഥൻ എന്ന തലത്തിലേക്ക് ടോൾസ്റ്റോയ് വരുന്നുണ്ട് അല്ലെ? ആ അനുഭവങ്ങളും അത് നമ്മുടെ കാനഡയിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്യുന്നത്. അവിടുത്തെ കൊളംബിയ സർവകലാശാല അധ്യാപകനായിരുന്നു താരക്നാഥ് ദാസ്. ഓക്കെ, താരക്നാഥ് ദാസ് ഇന്ത്യയുടെ വിമോചനത്തിൻ്റെ പിന്നെ പോരാട്ട വഴികളെ കുറിച്ചിട്ട് പിന്നെ ലിയോ ടോൾസ്റ്റോയ്ക്ക് ഒരു കത്തയക്കണം. ഈ കത്ത് വായിച്ചപ്പോൾ ഈ ലിയോ ടോൾസ്റ്റോയ് താരക്നാഥ് ദാസിന് എ ലെറ്റർ ടു എ ഹിന്ദു എന്നാണ് ആ കത്തിൻ്റെ പേര്. വലിയ കത്താണ്. ഈ കത്ത് താരക്നാഥ് ദാസിന് ആരയക്കുന്നു? ഗാന്ധി അയക്കുന്നു. സോറി, ടോൾസ്റ്റോയ് അയക്കുന്നു. അപ്പോൾ പ്രാൺജീവൻ മേത്ത എന്ന് പറയുന്ന ഗാന്ധിയുടെ ഒരു വലിയ സുഹൃത്താന്ന്. പിന്നീട് അയാൾ ഭയങ്കര കോടീശ്വരനായി മാറുന്നുണ്ട്. ബർമയിലൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര രത്നവ്യാപാരിയാണ്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഗാന്ധിയെ മഹാത്മാ എന്ന് വിളിക്കുന്നതെന്ന് രാമേന്ദ്ര ഗുഹ പറയുന്നുണ്ട്. അത്തരത്തിലൊരു പഠനമുണ്ട്. അത് രാമേന്ദ്ര ഗുഹ വളരെ ഡീറ്റെയിൽ പൊതുവെ പറയപ്പെടുന്നത് ടാഗോറാണ്. അതിൻ്റെയൊക്കെ എത്രയോ മുമ്പിൽ വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രാൺജീവൻ മേത്ത അവിചാരിതമായി പാരീസിലെത്തിയ സമയത്ത് അദ്ദേഹത്തിന് ഈ പിന്നെ എ ലെറ്റർ ടു ഹിന്ദു കിട്ടുന്നു. ഓക്കെ, അദ്ദേഹം വന്നതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുന്നു. ഫോട്ടോ കോപ്പി എടുത്തിട്ട് ലണ്ടനിലായിരുന്ന ഗാന്ധിക്ക്, സോറി ദക്ഷിണാഫ്രിക്കയിലായിരുന്ന ഗാന്ധിക്ക് അയച്ചു കൊടുക്കുന്നു. ഗാന്ധി ഇത് പിന്നെ ഹിന്ദിയിലേക്കോ പിന്നെ ഗുജറാത്തിയിലേക്ക് പരിഭാഷപ്പെടുത്താനുള്ള സമ്മതം ടോൾസ്റ്റോയോട് ടോൾസ്റ്റോയെ അനുവദിക്കുന്നു. ഇവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ ഒരു ബ്രേക്കാണ്. അവർ തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ, ദൈക്ഷണിക ബന്ധത്തിൻ്റെ, ഒരു ദാർശനിക തലത്തിലൊക്കെയുള്ള അവരുടെ ആത്മബന്ധത്തിൻ്റെ ആഴം തിരിച്ചറിയണമെങ്കിൽ ടോൾസ്റ്റോയ് മരിച്ച സമയത്ത് മരണവാർത്ത കേട്ടിട്ട് ഗാന്ധി എഴുതിയ ഒരു വലിയൊരു അനുശോചന കുറിപ്പുണ്ട്. ഓക്കെ, ഞാൻ ആ കത്ത് ഫുള്ളായിട്ട് ഇതിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിയോഗം. അതെ, തീർച്ചയായിട്ടും വളരെ ടച്ചിങ് ആണ്. അല്ല, എന്നെ അതുകൊണ്ട് മാത്രമല്ലാത്ത ഇത് ഗാന്ധിയൻ ദർശനങ്ങളൊക്കെ നമ്മളിപ്പോൾ പലപ്പോഴും ഈ ടോൾസ്റ്റോയും ദസ്തയേവ്സ്കിയും അങ്ങനെ പിന്നെ മാക്സിം ഗോർക്കിയും ഒക്കെ ഉള്ള ആ ഒരു എഴുത്ത് വായനകളിൽ വല്ലാതെ അദ്ദേഹത്തെ ഒരു ധാർമ്മികത വല്ലാണ്ട് ടോൾസ്റ്റോയി ഇങ്ങനെ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോഴും അദ്ദേഹത്തിന്റെ എഴുത്തുകൾ. അത് തന്നെയായിരിക്കാം അദ്ദേഹത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ഗുരുനാഥൻ എന്നൊരു സ്ഥാനത്തേക്ക് പോലും ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇപ്പോൾ ഗാന്ധിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഗാന്ധി ഒരു സത്യത്തിൽ ഇങ്ങനെ സത്യത്തെ അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു വല്ലാത്തൊരു യാത്രയെ ഗാന്ധി നടന്നത്. അതിലൊരു വ്യക്തിയൊന്നും ഗാന്ധിക്കൊരു വിഷയമല്ല. 1901 കൽക്കത്തയിൽ വെച്ച് നടക്കുന്ന പിന്നെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം തോട്ടിയുടെ ജോലി സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യാനുള്ള ആളുകളെ വരെ കൊണ്ടുവന്ന തങ്ങളുടെ തന്നെ പഠനം വെച്ച് പിന്നെ ചരിത്രം മറ്റു പുസ്തകങ്ങളും അത് വളരെ കാര്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കുശിനിക്കാരനെ അടക്കം കൊണ്ടുവരുന്ന അവസ്ഥയിലുള്ളപ്പോൾ അവിടെ ഈ ഇതിൻ്റെ പ്രതിനിധികളായി വന്നവരും അല്ലാത്തവരുമായിട്ടുള്ള അവരുടെ മലം സ്വന്തം 31 വയസ്സുകാരൻ ശുദ്ധീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം ചെയ്തുകൊണ്ട് മാതൃകയാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളിൽ നിന്ന് പഠിച്ച കാര്യമല്ല ഗാന്ധി. അപ്പൊ ഈ ഗാന്ധിയുടെ ഈ പരിവർത്തനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ഇപ്പോൾ പൊതുസമൂഹം മുഴുവൻ ഗാന്ധിയെ കാണുന്നത്, ഗാന്ധിയെ വിമർശിക്കുന്നത്, ഗാന്ധിയെ വിശകലനം ചെയ്യുന്നത് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ഗാന്ധിയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഓക്കെ, എൻ്റെ ഒരു ഗാന്ധി പഠിതാവ് എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നത് ഈ പൊളിറ്റിക്കൽ ഗാന്ധിയിലേക്ക്, നമ്മൾ വിമർശിക്കുന്ന മഹാത്മാഗാന്ധിയിലേക്ക്, ബാരിസ്റ്റർ MK ഗാന്ധി എന്ന പുഴുവിൽ നിന്ന് മഹാത്മാഗാന്ധി എന്ന പൂമ്പാറ്റയിലേക്ക് ഇദ്ദേഹം എങ്ങനെ പറന്നുയർന്നു എന്നത് പഠിക്കാതെ നിങ്ങൾക്ക് ഗാന്ധിയെ മനസ്സിലാക്കാൻ കഴിയില്ല.